ലോകാവസാനം വരെ നമ്മോടൊത്ത് വസിക്കുന്നതിന് വേണ്ടി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശാക്രിയ ലേഖനത്തിലൂടെ സഭാമക്കളെ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചു: വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കണമെങ്കിൽ മാതാവിന്റെ തിരുസന്നിധിയിൽ നാം ആയിരിക്കണം, മാതാവിന്റെ തൃപ്പാദത്തിൽ നാം ഇരിക്കണം. കാരണം പരിശുദ്ധ അമ്മ ദൈവികാരുണ്യത്തിന്റെ നാഥയാണ്. പോൾ ആറാമൻ മാർപ്പാപ്പ സഭയിലെ ദൈവശാസ്ത്രജ്ഞന്മാരെ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചു: പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിന്റെ നിറവില്ലാതെ അവൻ അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ദൈവിക രഹസ്യമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് ആത്മാവിന്റെ നിറവിലിരുന്നു കൊണ്ട് മാതാവിന്റെ തൃപ്പാദത്തിലായിക്കൊണ്ട് നമുക്ക് അല്പനേരം ധ്യാനിക്കാം. കാരണം ദിവ്യകാരുണ്യത്തിന്റെ നാഥ നമ്മുടെ സവിധിയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ആത്മാവിന്റെ നിറവിലേക്ക് അവിടുന്ന് ഉയർത്തുന്നുണ്ട്. ഇന്ന് സാധാരണ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒത്തിരിയേറെ വ്യക്തികൾക്ക് വേണ്ട ബോധ്യമൊന്നുമില്ല. ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നുണ്ട്, എന്തോ കടമയോ കടപ്പാടോ ഉള്ളത് കൊണ്ട് ദേവാലയത്തിൽ പോകുന്നത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനം പുരോഹിതയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഹോസിയ പ്രവാചകൻ പറയുകയാണ്: പുരോഹിത, നിനക്കെതിരെയാണ് എന്റെ പരാതി, അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. പുരോഹിത, നിനക്കെതിരെയാണ് എന്റെ പരാതി, അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അജ്ഞത നിമിത്തം ഇന്ന് ഒത്തിരിയേറെ ക്രൈസ്തവര് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ച് വേണ്ട ബോധ്യമോ ഉൾക്കാഴ്ചയോ അറിവോ ഇല്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും നാം ദേവാലയത്തിൽ പോകണമെന്ന് നിഷ്ഠവെക്കുന്നത്? വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കണമെന്ന് പറയുന്നത് വചനം പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. ഈശോയുണ്ടല്ലോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക, അവിടെ പറയുന്ന ഒരു വചനമുണ്ട്: ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് തമ്പുരാനുണ്ടല്ലോ അന്ന് സ്ഥാപിച്ച് അന്ന് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് പരിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചു. ഇത് തമ്പുരാന്റെ കൽപ്പനയാണ്. ഇത് തിരുസഭയുടെ മാത്രമല്ല, തമ്പുരാൻ നമ്മെ കൽപ്പിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും തന്നെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. ഇത് തമ്പുരാന്റെ കൽപ്പനയായതുകൊണ്ട് കൽപ്പന അനുസരിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വിശുദ്ധ കുർബാന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗമാണ്. ഇന്ന് സഭ തന്നെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? ഈ വിശുദ്ധ കുർബാനയെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ലേ? വിശുദ്ധ കുർബാനയല്ലേ ഒരു ക്രൈസ്തവന്റെ ഏതാഘോഷത്തിന്റെ ആരംഭവും അവസാനവും? ഇന്ന് എന്റെ ജീവിതത്തിന്റെ ജീവനും ജീവിതവുമാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കിക്കോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ കുറിച്ച് ആദ്യത്തെ 8 നൂറ്റാണ്ടുകളിലുണ്ടല്ലോ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. പല വിഷയങ്ങളെ കുറിച്ചും തിരുസഭയിൽ ഒത്തിരിയേറെ തർക്ക വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ലോകാവസാനത്തോളം നമ്മളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇന്നും ആ വിശുദ്ധ കുർബാന കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഓരോ ക്രൈസ്തവനും മുന്നോട്ട് പോവുകയാണ്, സഭ മുന്നോട്ട് പോവുകയാണ്. 3 പേരുകളിലാണ് വിശുദ്ധ കുർബാനയെ ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. അന്ന് ആദ്യമ ക്രൈസ്തവർ വിളിക്കുകയാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ. വീണ്ടും കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 17-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. കർത്താവിന്റെ അത്താഴം എന്നാണ് വിശുദ്ധ കുർബാനയെ വിളിച്ചിരുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 23-26 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ് ഇത് നന്ദി പറയലിന്റെ
ആഘോഷമാണ്. 3 പേരുകളിലാണ് വിശുദ്ധ കുർബാനയെ ആദിമ ക്രൈസ്തവരെ വിളിച്ചിരുന്നത്. ഒന്ന്, ഇത് അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ്. ഇത് കർത്താവിന്റെ അത്താഴമാണ്. ഇത് നന്ദി പറയലിന്റെ ആഘോഷമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ടത് ഇതൊരു അപ്പം മുറിക്കൽ ശുശ്രൂഷയാ. ഇത് നമുക്ക് കർത്താവിന്റെ അത്താഴ തരുന്നത്. ഇതുപോലെ തന്നെ നന്ദി പറയുന്നതിന് വേണ്ടി നന്ദിയുടെ ആഘോഷമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. അവർ ഒരുമിച്ച് കൂടി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവും എങ്ങോട്ടാ പോകേണ്ടത്? സിഹിയോൻ മാളിയിലേക്ക് പോകണം. അവിടെയാണ് ആദ്യത്തെ വിശുദ്ധ ബലി നടക്കുന്നത്. യേശുവും തന്റെ 12 ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുക. ആ സമയത്തുണ്ടല്ലോ ഈശോ കരങ്ങളിൽ അപ്പം എടുത്തുകൊണ്ട് വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന യേശുവിന്റെ മനോഭാവത്തിലേക്ക് പോകണമെന്നാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭാ സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം പങ്കെടുക്കാനായി ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ യേശു സിഹിയോൻ മാളികയിലായിരുന്നപ്പോൾ യേശുവിനുണ്ടായിരുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. മനസ്സിൽ മുഖമെല്ലാം താഴ്ന്നിരിക്കുകയാണ്. തന്റെ മരണത്തിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ പെസഹയാണെന്ന് യേശുവിന് അറിയാം. പക്ഷേ യേശു അവിടെ എന്താ ചെയ്തത്? അതാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ഓരോ ക്രൈസ്തവനും ചെയ്യേണ്ടത്. യേശു അവിടെ വന്നു. നാം ഓരോരുത്തരും പെസഹ അനുഭവത്തിലേക്ക് പോകണമെന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് പോകണം ആ ഗത്സമയം തോട്ടവും കെദ്രോൻ വാലിയുമെല്ലാം. അതിനുശേഷം യേശു എന്താ ചെയ്തത്? തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഓരോ ശിഷ്യന്മാരുടെ പാദങ്ങൾ എടുത്ത് കഴുകി. അത് മാത്രമല്ല, അത് ചുംബിച്ചു. ഇതാരായിരുന്നു ചെയ്തിരുന്നത്? നമുക്കറിയാം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തിരുന്നത് അടിമകളായിരുന്നു. ആ അടിമയുടെ ജോലിയാണ് യേശു ചെയ്തത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ജീവിതമായി തീരണം, ജീവനായി തീരണം, ശക്തി കേന്ദ്രമായി തീരണം. മദർ തെരേസ തന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാ? ഓരോ ദിവസവും പ്രഭാതത്തിൽ എന്റെ കോൺവെന്റിലെ കൊച്ചു ചാപ്പലിലേക്ക് ഞാൻ കടന്നു വരും. അതിനുശേഷം കോൺവെന്റിലെ കൊച്ചു ചാപ്പലിൽ മുട്ടുകുത്തി നിന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കും. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ പാവപ്പെട്ട മനുഷ്യരിലേക്ക്, ആരാരുമില്ല മത്ത മനുഷ്യരിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലും. വീണ്ടും ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്റെ ശക്തിയെല്ലാം ചോർന്നു പോയിട്ടുണ്ടാകും. വീണ്ടും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് ഞാൻ ഈ വിശുദ്ധ കുർബാനയെ ശക്തി സംഭരിക്കാം. ഈ വിശുദ്ധ കുർബാനയ എന്റെ ജീവിതത്തിന്റെ ജീവൻ, ഇതെന്റെ ജീവിതമാ, ഇതെന്റെ ശക്തി കേന്ദ്രമാ. പ്രിയപ്പെട്ടവരെ, ആത്മാവും ശരീരവും മനസ്സും പൂർണ്ണമായി സമീപിച്ചുകൊണ്ട് ഒരു ബലി അർപ്പിക്കാൻ ദൈവം നമ്മെ ശക്തരാക്കട്ടെ. സിഹിയോൻ മാളിയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ മനസ്സിന്റെയും ആത്മാവിന്റെയും ഹൃദയത്തിന്റെയും ഒരു സമ്പൂർണമായ ബലി സിഹിയോൻ മാളിയിൽ ഇന്ന് നമുക്ക് അർപ്പിക്കാം.